بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 190 ഇതിൽ സൂറത്തുൽ അഅലയാണ് എടുക്കുന്നത്. സൂറത്തുൽ അഅലയിൽ 19 ആയത്തുകളാണുള്ളത്. മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിച്ചത്. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى وذكر إن نفعت الذكرى سيذكر من يخشى. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തിലെ 10 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതി വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒറ്റവാക്ക് അർത്ഥവും ആശയവും പറയാം. സബ്ബിഹ് ഇസ്മ റബ്ബിക. സബ്ബിഹ് എന്ന് പറയുന്നത് അംദ് ഫേലാണ്, കൽപ്പനക്രിയ. സബ്ബിഹ് റസൂലിനോട് പറയാണ്, നസ്സിഹ് യാ മുഹമ്മദ്, പ്രവാചകരെ നിങ്ങൾ പരിശുദ്ധനാക്കൂ. ആരെ? ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ. അൽ അഅല, എങ്ങനെയുള്ള രക്ഷിതാവ്? ഉന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ പരിശുദ്ധമാക്കുക, പ്രകീർത്തിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് സബ്ബിഹ്. സബ്ബഹ എന്ന് പറഞ്ഞാൽ പ്രകീർത്തിച്ചു, പരിശുദ്ധമാക്കി. സബ്ബിഹ്, പരിശുദ്ധമാക്കൂ. മുഹമ്മദ് പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയാണ്, നസ്സിഹ് യാ മുഹമ്മദ് റബ്ബക അൽ അലിയ്യുൽ കബീർ, ഉന്നതനായ നിന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധതയെ നീ പ്രകീർത്തിക്കൂ, വാഴ്ത്തുക. സബ്ബിഹ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തുക, പ്രകീർത്തിക്കുക, പരിശുദ്ധമാക്കുക, ഇങ്ങനൊക്കെ അർത്ഥമുണ്ട്. എന്തിനു തൊട്ട്? സിഫാത്തിൻ നഖ്സ്, ന്യൂനതകളുടെ വിശേഷണങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കുക അല്ലാഹുവിനെ. അമ്മ യഖൂലു ളാലിമൂൻ, അവിശ്വാസികൾ പറയുന്ന ആ കാര്യങ്ങളെ തൊട്ട്. അവിശ്വാസികൾ പലതും പറയുന്നുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും അള്ളാഹുവിനില്ല. അതിനെ തൊട്ടെല്ലാം പരിശുദ്ധനാക്കി. അള്ളാഹുവിന് ന്യൂനതകളുടെ സിഫത്തുകൾ ഒന്നും തന്നെ പറയാൻ പാടില്ല. ഒന്നുമില്ലതാനും, ന്യൂനതകൾ ഒട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ന്യൂനതയുടെ വിശേഷണങ്ങൾ ഒന്നുമില്ല എന്നുള്ള നിലയിൽ പരിശുദ്ധമാക്കണം അള്ളാഹുവിനെ. വഫിൽ ഹദീസ്, ഹദീസിലുണ്ട്, തഫ്സീറും കൂടിയാണ് ഞാൻ വായിക്കുന്നത്. വഫിൽ ഹദീസ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ ഖറഅ ഹാദിഹിൽ ആയ, ഈ ആയത്ത് റസൂൽ ഓതുമ്പോൾ, ഖാല, റസൂൽ പറയും, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് പറയാറുണ്ട്. ഇത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ എന്നുള്ള ആയത്ത് റസൂൽ ഓതുമ്പോൾ റസൂൽ അതിന് ഉടനെ ആയിട്ട് പറയാറുണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, ഉന്നതനായ എൻ്റെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടുകൂടെ. ഈ തസ്ബീഹ് നമ്മൾ നമസ്കാരത്തിൽ സുജൂദിൽ ചൊല്ലുന്ന തസ്ബീഹാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതുമ്പോൾ
ഉടനെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ആയത്ത് അല്ലദീ ഖലഖ ഫസവ്വാ, അല്ലദീ എങ്ങനെയുള്ള അല്ലാഹു, ഖലഖ അവൻ സൃഷ്ടിച്ചു, എല്ലാ സൃഷ്ടികളെയും അവൻ സൃഷ്ടിച്ചു, ഫസവ്വാ എന്നിട്ട് അവൻ അത് സംവിധാനിക്കുകയും ചെയ്തു. ഖലഖൽ മഖ്ലൂഖാത്തി കുല്ലിഹ, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സൃഷ്ടിച്ചു. തഫ്സീറാണ് വായിക്കുന്നത്. ഫഅബ്ദഅ സുൻഅഹ, അതിന്റെ സൃഷ്ടിയെ അവൻ മെച്ചപ്പെടുത്തി, വളരെ ഭംഗിയിലാക്കി. ഫി അജ്മലിൽ അഷ്കാരി വഅഹ്സനിൽ ഹൈആത്തി, രൂപ വ്യത്യാസങ്ങൾ, രൂപങ്ങൾ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഓരോ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നത് അവരുടേതായ അവർക്ക് യോജിച്ചതായ നിലയിലാണ്. അജ്മലുൽ അഷ്കാൽ, രൂപങ്ങൾ വളരെ മനോഹരമായതാവും. അഹ്സനുൽ ഹൈആത്ത്, അവരുടെ ഹൈഅത്തുകളും വളരെ മാന്യമായ വളരെ നല്ല ഹൈഅത്തുകളാണ്. ഐ ഖലഖ കുല്ല ശൈഇൻ ഫസവ്വാഹു, അല്ലാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചു സംവിധാനിച്ചു. ബിഹൈസു ലം യഅതി മുതഫാവിതൻ, അതൊന്നും തന്നെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉള്ള നിലക്കല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ബൽ, പക്ഷേ മുതനാസിബൻ അലാ ഇഹ്റാമിൻ വഇത്ഖാനിൻ, എല്ലാവിധ നിയമങ്ങളോടും യോജിച്ച നിലക്കാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ യാതൊരു കുറവും ആർക്കും പറയാൻ പറ്റില്ല. ഇത് ഓരോ സൃഷ്ടിയെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സൃഷ്ടിയുടെ ഷക്ലുകളും ഹൈഅത്തുകളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അത് അതിന് യോജിച്ച ഏറ്റവും സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ആലിമും ഹക്കീമുമായ ഒരു വ്യക്തിയിൽ നിന്ന് ആണ് ഈ ഓരോ സൃഷ്ടിയും ഉത്ഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ സൃഷ്ടിയെ നോക്കിയാൽ തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പൊ രണ്ടാമത്തെ ആയത്ത്, എങ്ങനെയുള്ള അള്ളാഹുവാണ് ഖലഖ, എല്ലാ സൃഷ്ടികളെയും അവൻ സൃഷ്ടിച്ചു, ഫസവ്വ എന്നിട്ട് അവയെ സംവിധാനിക്കുകയും ചെയ്തു. വല്ലതീ, പിന്നെ എങ്ങനെയുള്ള അള്ളാഹു ഖദ്ദറ, അവൻ നിശ്ചയിക്കുകയും ചെയ്തു. ഓരോ സൃഷ്ടിക്കും സൃഷ്ടിച്ച വസ്തുക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ ജീവജാലങ്ങളുണ്ടല്ലോ, ഓരോന്നിനും പടച്ചിട്ട് അള്ളാഹു അതിന് ചില കണ്ടീഷൻ നിശ്ചയിച്ചു, വ്യവസ്ഥകൾ നിശ്ചയിച്ചു. ആ വ്യവസ്ഥ അനുസരിച്ച് ഫഹദ, അവയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലതീ ഖദ്ദറ ഫഹദ, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു, അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ആ സൃഷ്ടിച്ചതനുസരിച്ച് അള്ളാഹു അവയുടെ മസ്ലഹത്തനുസരിച്ച് അവയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിശ്ചയിച്ച കാര്യങ്ങൾ അനുസരിച്ചാണ് അവ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഓരോ വസ്തുവിനെയും ഓരോ ജീവജാലങ്ങളെയും പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാവും. ഒരു സാധാരണ നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന പൂച്ച, അതോടൊപ്പം തന്നെ നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നായകളും അല്ലെങ്കിൽ പട്ടികളും ഇതൊക്കെ അതിൽ പെടും. മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും വളർത്തുന്നില്ല നായനും പട്ടിനിയൊന്നും, എങ്കിലും നായ വളർത്തു മൃഗമായിട്ടാണ് കണക്കിലെടുക്കുന്നത്. അതുപോലെ പൂച്ചനെ വളർത്തുന്നില്ലെങ്കിലും വീട്ടിലെല്ലാം ചുറ്റിപ്പറ്റി ജീവിക്കുന്നതാണ്. ഈ രണ്ട് സാധനങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന കാലികൾ, വീട്ടിൽ വളർത്തുന്ന കാലികൾ, ഇവയ്ക്കെല്ലാം അവയുടെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമാണ്. അവര് നല്ല ബുദ്ധിയുള്ള പൂച്ചേട്ടാന്ന് പറയും, അല്ലെങ്കിൽ ബുദ്ധിയുള്ള നായ എന്നൊക്കെ പറയും. അവർക്ക് ആ ബുദ്ധി, അവർ ആ കാര്യത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക വ്യവസ്ഥകൾ നിശ്ചയിച്ചു. വ്യവസ്ഥകൾ അനുസരിച്ചാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു സൃഷ്ടിക്കല്ല, എല്ലാ സൃഷ്ടികളും. മനുഷ്യനാകുന്ന സൃഷ്ടി, ആ മനുഷ്യനാകുന്ന സൃഷ്ടിക്ക് അള്ളാഹു തആല ബുദ്ധിയും വിവേകവും നൽകി. എന്നിട്ടോ വഹദൽ ഇൻസാന ലിവജ്ഹിൽ ഇന്തിഫാ, മനുഷ്യന് അവൻ അതിൻ്റെതായ ആ മാർഗത്തിലൂടെ ചലിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു നൽകി. അപ്പൊ പിന്നെ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ അവ പിന്നെ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവ തിന്നാനുള്ളത് എവിടുന്ന് കിട്ടും എന്നുള്ളത് അവർക്കറിയാം. അത് ആ നിലയ്ക്കാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ പലവിധ കാര്യങ്ങളും മനുഷ്യനും മൃഗങ്ങളും, ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ മനുഷ്യന് പല ജാതി കാര്യങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഉദാഹരണം മഅദിൻ, വളരെയധികം പ്രത്യേകതയുള്ള സാധനങ്ങളാണ് മഅദിൻ എന്ന് പറയുന്നത്. അതിൽ എന്തെല്ലാം പെടും? സ്വർണം, ഇരുമ്പയിര്, മറ്റുള്ള ഭൂമിയിൽ അന്തർലീനമായി കിടക്കുന്ന പലവിധ ധാതുക്കളും അതിലുണ്ട്. ഈ ധാതുക്കള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കി എടുക്കുവാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തു. മനുഷ്യൻ ഇതിൽ നിന്ന് പലതും മനസ്സിലാക്കുന്നു. സസ്യാദികളിൽ നിന്ന് പലതും മനസ്സിലാക്കുന്നുണ്ട്. സസ്യാദികൾ ഇവിടെ ഈ കാലികൾക്ക് തിന്നാനുള്ള ആണ് എന്നതിന് പുറമെ ആ സസ്യാദികളിൽ നിന്ന് മരുന്നുകൾ പുറത്തെടുക്കാനുള്ള സംവിധാനം അള്ളാഹു നൽകിയത്. അതുപോലെ മഅദിൽ നിന്ന് അന്തർലീനമായി കിടക്കുന്ന, ഭൂമിയിൽ അന്തർലീനമായി കിടക്കുന്ന വസ്തുക്കളിൽ നിന്ന് മനുഷ്യന് ഉപകാരപ്രദമായ പല സാധനങ്ങളും കണ്ടുപിടിക്കുവാനും നിർമ്മിക്കുവാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു. അത് അള്ളാഹു കൊടുത്ത കഴിവാണ്. അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കുന്നു? പ്ലെയിൻ വളരെ ആകാശത്ത് കൂടി സഞ്ചരിക്കുന്ന വിമാനങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെ നമുക്കൊന്നും ചിന്തിച്ചാൽ അറിയാൻ കഴിയാതെ, ചിന്തിച്ചാൽ ഒരറ്റം കിട്ടാത്ത അത്ര ഉപകരണങ്ങൾ അതുകൊണ്ടെല്ലാം സൃഷ്ടിക്കാം, ഉണ്ടാക്കാം എന്നുള്ളത് മനുഷ്യനാണ് കണ്ടുപിടിച്ചത്. ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണല്ലോ, മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുവാനും ഉള്ള ഒരു മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു ഓരോ സൃഷ്ടികളെയും സൃഷ്ടിക്കുമ്പോഴും അതിന് ഒരു മാർഗദർശനം നൽകുന്ന വിധത്തിൽ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളിലൂടെ ആ മാർഗത്തിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുതിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രങ്ങളും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യന് അത് നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ എല്ലാവർക്കും നൽകിയിട്ടില്ല ആ കഴിവ്, പക്ഷെ മനുഷ്യവർഗത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ പിന്നെ ഇവിടെ യുദ്ധ സാമഗ്രികൾ പലതും കണ്ടുപിടിക്കുന്ന, മനുഷ്യന് ഉപകാരപ്രദമായ പലതും, സഞ്ചാരയോഗ്യമായ വിമാനങ്ങൾ
അങ്ങനെ എല്ലാ സാധനങ്ങളും അള്ളാഹു കണ്ടുപിടിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാണ് ഖദ്ദറ ഫഹദ എന്ന് പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചു, അങ്ങനെ ആ മനുഷ്യന് ചില വ്യവസ്ഥകൾ നിശ്ചയിച്ചു. ആ വ്യവസ്ഥയിലേക്ക് അള്ളാഹു അവയെ മാർഗദർശനം നടത്തി, അങ്ങനെ അതിലൂടെ അവർ സഞ്ചരിക്കുക. അപ്പോ ഫസലുകൾ പറയുന്ന പിന്നെ ഖദ്ദറ ലികുല്ലി മഖ്ലൂഖ്, എല്ലാ സൃഷ്ടിക്കും, വഹയവാനും എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചു മാ യസ്ലഹു, അവന് ആ സൃഷ്ടിക്ക് ഉപകാരപ്രദമാകുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു വെച്ചു. എന്നിട്ടോ ഫഹദാഹു ഇലൈഹി, അതിലേക്ക് മാർഗദർശനം അള്ളാഹു നൽകുകയും ചെയ്തു. വഅറഫഹു, അവന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മനുഷ്യനായാലും മൃഗമായാലും വജ്ഹൽ ഇന്തിഫാഇ ബിഹി, അതുകൊണ്ട് എങ്ങനെയാണ് അത് ഫലപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അവന് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് മനുഷ്യന് അല്ലെങ്കിൽ സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിക്കുകയും ആ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു ചില വ്യവസ്ഥകൾ നിശ്ചയിക്കുകയും ആ വ്യവസ്ഥകളിലൂടെ അവയെ സഞ്ചരിക്കുവാൻ പര്യാപ്തമാക്കുകയും ചെയ്തു. അതാണ് വല്ലദീ ഖദ്ദറ ഫഹദ എന്ന് പറഞ്ഞത്. ഇനി നാലാമത്തെ ആയത്ത്, വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ നഹ്വാ. നാലാമത്തെ ആയത്ത് വല്ലദീ അഖ്റജ, വല്ലദീ പിന്നെങ്ങനെയുള്ള അല്ലാഹു ആണ്, അഖ്റജ അവൻ മുളപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, മുളപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ അൽ മർആ, മേച്ചിൽ സ്ഥലങ്ങൾ. മേച്ചിൽ സ്ഥലങ്ങളിൽ പുല്ലും മറ്റുള്ളതും മുളപ്പിച്ചു അത് പിന്നെ വിശാലമായ മേച്ചിൽ സ്ഥലങ്ങളാക്കി മാറ്റി അത് കാലികൾക്ക് ഭക്ഷിക്കാൻ പര്യാപ്തമാക്കി തീർത്തു. അഖ്റജ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മുളപ്പിക്കുക, അല്ലെങ്കിൽ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അഖ്റജൽ മറയാണ് മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടാക്കി അല്ലാഹു, അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്തു, ഉൽപ്പാദിപ്പിച്ചു. വല്ലദീ അഖ്റജ, വല്ലദീ എങ്ങനെയുള്ള അല്ലാഹു ആണ്, അഖ്റജ അവൻ ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ മുളപ്പിച്ചുണ്ടാക്കിയ മേച്ചിൽ സ്ഥലങ്ങളെ. അമ്പത്ത്, അതിന്റെ തഫ്സീറിൽ അല്ലാഹു, അതിന്റെ തഫ്സീർ അമ്പത്തമാ തർആഹു ദവാബ് മിനൽ ഹശായിശ് വൽ അശാബ്, അമ്പത്ത് അവൻ മുളപ്പിച്ചു, മാ തർആഹു ദവാബ് ജീവജാലങ്ങൾ, മേഞ്ഞു തിന്നുന്ന, മിനൽ ഹശായിശ് പുല്ലുകളും മറ്റും. ഫസയ്യറഹു, എന്നിട്ട് ഫജഅലഹു ഈ മറയുണ്ടല്ലോ, അതിൽ മുളച്ചുണ്ടായ സാധനങ്ങൾ അതിനെ അവൻ ആക്കി. ഫസയ്യറഹു, ഫജഅലഹു എന്ന് പറഞ്ഞാൽ അതിനാക്കി, സയ്യറഹു എന്നർത്ഥം. ഗുസാഅൻ, ഫസയ്യറഹു ഫജഅലഹു ഗുസാഅൻ അഹ്വാ, ഗുസാഅക്കി എന്ന് പറഞ്ഞാൽ ചവറ് പോലെയുള്ള വസ്തുക്കളാക്കി മാറ്റി, ഉണങ്ങിയിട്ട്. അങ്ങനെ ഫജഅലഹു അവയെ ഇവൻ അല്ലാഹു തആല ആക്കി, ഗുസാഅൻ ചവറാക്കി മാറ്റി, അഹ്വ ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി മാറ്റി. ഫസയ്യറഹു ബഅദൽ ഖുദ്റത്തി, പച്ചയിലുള്ള പച്ച പിടിച്ച സാധനങ്ങളായിരുന്നു, അതിനെ അസ്വദാക്കി ഉണങ്ങിയിട്ട്. ബഅദ അൻകാന നാദിറൻ സാഹിയൻ വലാ യഖ്ഫാ മാ ഫിൽ മർആ മിനൽ മൻഫഅത്തി, ഈ മർആയിലെ മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന ഉപകാരങ്ങൾ അത് ആർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരാൾക്കും അത് അറിയാതെ പോയിട്ടില്ല. വലാ യഖ്ഫാ മാ ഫിൽ മർആ മിനൽ മൻഫഅത്തി,
ബായത സൈറൂറത്തിഹി ഹഷീമൻ യാബിസൻ, അത് ഉണങ്ങിയപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ, മംഫഅത്ത്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നോയക്കുമോ താമൻ ചെയ്തന്റെ കസീരമിനൽ ഹൈവാനാത്തി, നമ്മള് വയലുകള് ഉപയോഗിക്കുന്നു കൃഷിക്ക് വേണ്ടി. കൃഷി ഉൽപാദനം നടന്നു, കുറച്ച് കഴിയുമ്പോൾ ആ പച്ച പിടിച്ച സാധനങ്ങളെല്ലാം ഉണങ്ങി അതിൽ നിന്ന് നമ്മൾ അത് കൊയ്തെടുക്കുന്നു. കൊയ്തെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിന് നമ്മൾ പേര് പറയാ പുല്ല് എന്നല്ല, വൈക്കോല് എന്നാണ് പറയാ മലയാള ഭാഷയിൽ. അപ്പോ ആ വൈക്കോല് എന്തിനുപയോഗിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ധാരാളം മൃഗങ്ങള് അത് കഴിച്ച് ജീവിക്കുന്നു. ജീവജാലങ്ങളിൽ നിന്നുള്ള ധാരാളം വസ്തുക്കൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അത് ഭക്ഷണമായി തീരുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങളും അവിടെ നടക്കുകയാണ്. സുബ്ഹാനമൻ അഹ്കമ കുല്ല ഷൈഇൻ, അങ്ങനെ ഓരോ സാധനങ്ങളെയും ഓരോ വസ്തുക്കളെയും വേണ്ട വിധത്തിൽ ആക്കി തീർത്ത അള്ളാഹുവിന്റെ പരിശുദ്ധി എത്രമാത്രം വലുതാണെന്നാണ് തഫ്സീറിൽ പറയുന്നത്. സുബ്ഹാനമൻ അഹ്കമ കുല്ല ഷൈഇൻ. വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വഅതാ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഖൽഖഹു, അതിന്റെ സൃഷ്ടിപ്പ്, സുമ്മ ഹദാ, പിന്നെ അതിലേക്കുള്ള സന്മാർഗ ദർശനവും നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് വല്ലതീ ഖദ്ദറ ഫഹദ എന്ന് പറഞ്ഞതും ആ മീനിങ് തന്നെ. ഓരോ സൃഷ്ടിയെയും സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു അതിന് നിശ്ചയിച്ച കാര്യങ്ങൾ അനുസരിച്ച് അതിലേക്ക് മാർഗദർശനം നടത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവര് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ഭക്ഷണം കണ്ടുപിടിക്കാനുള്ള അവരുടെ കഴിവ് അവര് ഓരോ സൃഷ്ടിക്കും. അത് മനുഷ്യനാണെങ്കിൽ ഭക്ഷണം കണ്ടുപിടിക്കുന്നത് അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. മനുഷ്യൻ ജോലി ചെയ്യുന്നു, ആ ജോലിയിലൂടെ അവൻ ഭക്ഷണം കണ്ടെത്തും. എന്നാൽ മറ്റു പക്ഷിപ്പറവകൾ അവരുടെ ഭക്ഷണം കണ്ടെത്തുന്നത് എല്ലാ സൃഷ്ടികളും ഭക്ഷിക്കൊരൊറ്റ ജീവജാലത്തിൽ ഒരെണ്ണം പോലും ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്നതല്ല. ഭക്ഷണം ഏതെല്ലാം നിലയിൽ കിട്ടുമെങ്കിൽ അതെല്ലാം അവർ സമ്പാദിക്കുവാൻ അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ഓരോ സൃഷ്ടിക്കും. ഈ മേച്ചിൽ സ്ഥലങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ ആ ജീവജാലങ്ങൾ മേച്ചിൽ സ്ഥലങ്ങള് പച്ച പിടിച്ചതായിരുന്നു, കാണാൻ വളരെ ഭംഗിയുള്ള ഇതായിരുന്നു. അത് ഉണങ്ങി ചവറായി വരുന്ന ഒരു സന്ദർഭം. അങ്ങനെ വരുമ്പോൾ അത് ധാരാളം ജീവജാലങ്ങളിൽ നിന്ന് അനേകം ജീവജാലങ്ങൾക്ക് അത് കൃത്യമായ ഭക്ഷണമായി തീരും. അപ്പോ ഇങ്ങനെയുള്ള പ്രത്യേകത ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, വഹ്ദാനിയത്തിന്റെ ആ ദലീലുകളൊക്കെ പറഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹു തആല പറയുന്നത്, അവൻ അള്ളാഹു ചെയ്ത നിഅമത്ത്, റസൂലിന് ചെയ്ത നിഅമത്തുകളും ആ ഗുണങ്ങളും ഒക്കെ എടുത്തു പറയാണ് ഇനിയുള്ള ആയത്തിൽ, 6-ാമത്തെ ആയത്ത്. സനുഖ്രിഉക ഫലാ തൻസാ. സനുഖ്രിഉക ഖുർആനെ സംബന്ധിച്ചാണ്. വഹി ഇറങ്ങുന്ന സമയത്ത് റസൂല്
അത് ഈ വഹീനെ നിനക്ക് നാം ഓതിത്തരും എന്നാണ്. സനുഖ്രിഉ എന്ന് പറഞ്ഞാൽ പിറകെ എന്നർത്ഥം, സൗഫ എന്നുള്ള അർത്ഥം പിറകെ. നുക്രിയുക്ക ഏത് ഫേലിനോടാ ഇത് ചേർന്നെങ്കിൽ അവിടെയാണ് പിറകെ എന്നുള്ള അർത്ഥം നമ്മൾ യോജിപ്പിക്കുന്നത്. നുക്രിയുക്ക, നുക്രിയു നാം ഓതിത്തരും ക നിനക്ക്. എന്ന് പറഞ്ഞാൽ പിറകെ. നുക്രിയുക്ക പിറകെ നിനക്ക് നാം ഓതിത്തരും. ഫലാ തൻസ അപ്പോൾ നിനക്ക് മറക്കൂല, മറന്നു പോവില്ല. പ്രവാചകനെ വിളിച്ച് അള്ളാഹു പറയുന്നത് സനുഖ്രിയുക യാ മുഹമ്മദ് ഹാദൽ ഖുർആനൽ അളീം ഫതഹ്ഫളുഹു ഫി സദ്രിക വലാ തൻസ. നിനക്ക് മറവി ഉണ്ടാവില്ല. സനുഖ്രിയുക ഫലാ തൻസ. ഈ മഹത്വമേറിയ ഖുർആനെ നിനക്ക് നാം ഓതിത്തരും. അപ്പോൾ നിനക്ക് ബൈഹാത്താക്കാൻ സാധിക്കും. അത് നീ മറന്നു പോവാതെ കണ്ട്. 6 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത്. 7ാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 7ാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.